മച്ചന്മാരെ ഫയലിൽ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഉടനെ തന്നെ പോയി അപ്ഡേറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി അപ്ഡേറ്റിനകത്ത് എന്തൊക്കെ ഐറ്റംസ് കാര്യങ്ങളാണ് വന്നേക്കുന്നത്, അതുപോലെ തന്നെ ഇതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് ഇന്ന് ഇവിടെ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ പുതിയ NPC പ്ലെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ NPC പ്ലെയേഴ്സ്, ഏലിയൻ മോഡ്, അതുപോലെ തന്നെ ഡാൻസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇപ്പോൾ തന്നെ തുടങ്ങാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ RG സ്റ്റൂൾ എടുത്തിട്ട് ബോയ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഇവിടെ ബോയ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോയ് ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. NPC പ്ലെയർ, നമ്മുടെ ബോയ് NPC പ്ലെയറും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ബോയിയുടെ ക്യാരക്ടർ 1ഉം 2ഉം മാത്രമല്ല 4-5 ടൈപ്പുള്ള ബോയ് ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, NPC പ്ലെയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാത്തവരാണ് ഉടനെ തന്നെ പോയി അപ്ഡേറ്റുകൾ ചെയ്യേണ്ടതാണ്. പ്ലഗിൻ ആപ്പിൻ്റെ അപ്ഡേറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി നിങ്ങൾക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാത്തവരാണ് ഉടനെ തന്നെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ചെയ്തവർ കിട്ടിയവരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കൂ, ഈ സാധനം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ നോക്കിയതിന് ശേഷം ജസ്റ്റ് വന്ന് താഴെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. വളരെ കിട്ടിലും ഫീച്ചേഴ്സും കാര്യങ്ങളാണ് നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളും കൊണ്ടുവന്ന് നമ്മുടെ ഏലിയൻ മോഡും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഏലിയൻ മോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞത്. അതിന് മുമ്പായിട്ട് നമ്മുടെ NPC പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ ബോയ് RG സ്റ്റൂൾ എടുത്തതിന് ശേഷം നമ്മളിവിടെ ബോയ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പല ടൈപ്പുകളുള്ള ബോയ്സും കാര്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോയ് മാത്രമല്ല ഗേളും വരുന്നുണ്ട്. നമുക്ക് ഗേളും ഉണ്ട് ബോയും ഉണ്ട്. അങ്ങനെ 2 ക്യാരക്ടേഴ്സും കാര്യങ്ങൾ നമ്മുടെ NPC പ്ലെയറും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഇപ്പം ഓണായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു വേൾഡും കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അത് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അത് NPC പ്ലേയേഴ്സിനെയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വൈകാതെ എല്ലാവരും തന്നെ കയറി ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏലിയൻ മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കേട്ടാത്തവരാണെങ്കിൽ ഉടനെ തന്നെ പോയി അപ്ഡേറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏലിയൻ മോഡും കാര്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏലിയൻ മോഡും കാര്യങ്ങളൊക്കെ കിട്ടിയവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഏലിയൻ മോഡിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ ഏലിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വെപ്പൺസും കാര്യങ്ങളൊക്കെ 2 ഈ ഏലിയൻ മോഡിനകത്ത് വന്നിട്ടുള്ളത്. ഇനി ഈ ഏലിയൻ മോഡും കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാലഞ്ച് മോഡ് എടുക്കും. അവിടെ നമുക്ക് ഏലിയൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആ ഏലിയനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരെയാണ് നമ്മുടെ ഏലിയൻ മോഡും കാര്യങ്ങളിലൊക്കെ അകത്തായിരിക്കും പോകുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ഇപ്പോൾ ഈ കോപ്പി പേസ്റ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D ഒഫീഷ്യൽ ഗെയിമിൻ്റെ തന്നെയാണ് ഇവരിത് കൊണ്ടുവന്നത്. നമ്മൾ നേരത്തെ കമൻറ്റും കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏലിയൻ മോഡും കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുവരണമെന്ന്. അപ്പോൾ എല്ലാവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് നമ്മളാണെങ്കിൽ ഏലിയൻ മോഡും കാര്യങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ ഗെയിമിൻ്റെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും വെറുതെ പോയി ലിങ്കും കാര്യങ്ങളൊക്കെ പേസ്റ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറേ പേർക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ പേസ്റ്റ് ചെയ്യുമ്പോൾ വർക്ക് ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യം. നമ്മുടെ ഏലിയൻ മോഡും കാര്യങ്ങളൊക്കെ വന്നേക്കെന്ന് വെച്ചാൽ നമ്മുടെ ഒഫീഷ്യൽ ഗെയിമിൻ്റെ അകത്ത് തന്നെയാണ് വന്നേക്കുന്നത്. അതുപോലെ നമുക്ക് UFO കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ UFO കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്കിപ്പോൾ റൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വന്നിട്ടില്ല. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ വർക്കും കാര്യങ്ങളൊക്കെ പൂർത്തിയാകുമ്പോഴത്തേക്ക് അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു പുതിയ ഏലിയൻ മോഡും കാര്യങ്ങളും വന്നേക്കുന്നത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇവർ ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ തന്നെ എതിർക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. ഞാൻ തന്നെ ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഏലിയൻ മോഡും കാര്യങ്ങളൊക്കെ കളിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ല നിങ്ങൾ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പുതിയ NPC പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് അവരെയൊക്കെ ഒന്ന് എടുത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നുണ്ടോ, വർക്ക് ആവുന്നുണ്ടോ എന്നെല്ലാം നോക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ അപ്ഡേറ്റ് വന്നേക്കുന്നത് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ച് നമുക്ക് ഇതുപോലത്തെ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ NPC പ്ലേയേഴ്സിനെ നമുക്കാണെങ്കിൽ ഡാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ NPC പ്ലെയറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഡാൻസും കാര്യങ്ങൾ കളിക്കുന്നത്. അപ്പം ആ NPC പ്ലേയേഴ്സ് കാര്യങ്ങളൊക്കെ ഡാൻസും കാര്യങ്ങൾ കളിക്കുന്നത് നമുക്കിവിടെ ഓരോ കോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പം അതിൻ്റെയൊക്കെ കോഡ് കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ട് ജസ്റ്റ് താഴെ കമൻറ്റും കൂടി ചെയ്ത് തന്നെ നമ്മൾ അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് അതും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ നമ്മളിവിടെ NPC പ്ലേയേഴ്സിനെ കാര്യം 1-2 പേരല്ല പല ടൈപ്പിലുള്ള NPC പ്ലേയേഴ്സിനെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. NPC പ്ലെയർ ഡാൻസ് എന്ന് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ NPC പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ കുറേ പേരൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും മാക്സിമം എല്ലാവരും ഈ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. നമ്മൾ ജസ്റ്റ് ഫയർ ചെയ്യുമ്പോൾ തന്നെ ഏത് NPC പ്ലെയർ ഡാൻസ് കളിക്കണമെന്ന് വെച്ചാൽ ആ NPC പ്ലെയറിനെ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ആ NPC പ്ലെയറും കാര്യങ്ങളൊക്കെ ഡാൻസും കാര്യങ്ങൾ കളിക്കുന്നതായിരിക്കും. അപ്പോൾ ഡെഡ് ആവത്തില്ല. കാരണം കുറച്ചുകൂടെ നമ്മൾ വീഡിയോ മറ്റേ വിസയിലും കാര്യങ്ങളും അല്ലെങ്കിൽ 4-5 വട്ടം ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ NPC പ്ലെയറും കാര്യങ്ങളും വീഴത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു ഡൗട്ടാണ് നമ്മൾ ഈ ഡാൻസും കാര്യങ്ങളും ഓണാക്കിയതിന് ശേഷം നമ്മുടെ NPC പ്ലെയറിനെ വെടിവെച്ച് ചാവത്തില്ലേന്ന്. അപ്പോൾ 4-5 വെടി കൊണ്ടാലേ മാത്രമേ NPC പ്ലെയറും കാര്യങ്ങൾ ചാവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഡൈനോസറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലെ തന്നെയാണ് NPC പ്ലെയറിൻ്റെ കാര്യങ്ങൾ ഡാൻസും കാര്യങ്ങളൊക്കെ ഓണാക്കുന്നത്. ഒരു ഷോട്ട് മാത്രം കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ NPC പ്ലെയറും കാര്യങ്ങളൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കാൻ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്
ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ എൻ പി സി പ്ലെയറിന് ഒരു ഷോട്ട് കൊടുത്തപ്പോഴത്തേക്ക് ആ എൻ പി സി പ്ലെയർ കാര്യങ്ങളൊക്കെ ഇവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതെല്ലാം വർക്ക് ആവുന്നുണ്ടോ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മൾ ഉടനെ തന്നെ ഡെവലപ്പറോട് സംസാരിച്ചിട്ട് അതിൻ്റെ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഓൾറെഡി തന്നെ കുറേ ബഗ്സും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ റീഫ്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വല്ലതും എന്തെങ്കിലും ഈവൻറ്റ് മോഡ് കാര്യങ്ങൾ വല്ലതും ലിങ്കായിട്ട് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ ലിങ്ക് വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വർക്ക് ആവുന്നുണ്ടോ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് വർക്ക് ആവുന്നുണ്ടായിരിക്കും. എനിക്ക് നേരത്തെ വർക്ക് ആവുന്നുണ്ട്, പക്ഷേ ഇതിപ്പോൾ എനിക്ക് എടുത്തിട്ട് വർക്ക് ആവുന്നില്ല. ഇപ്പോൾ അതെനിക്ക് വർക്കായി, എനിക്കിപ്പോൾ ശരിയായിട്ടുണ്ട്. ഞാൻ ലിങ്കും കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും ഇത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. എനിക്കിത് വർക്ക് ആവേണ്ടതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബഗ്ഗും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ കുറേ എക്സൈറ്റിംഗ് അപ്ഡേറ്റ്സും കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും അതിനുവേണ്ടി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇനിയും വേറെ കുറേ ഐറ്റംസ് കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ കുറച്ച് ടൈമും കാര്യങ്ങളും എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എത്ര ടൈം എടുത്താലും നമ്മൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മച്ചന്മാരെ എൻ്റെ പുതിയ ചാനലും കാര്യങ്ങളാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പഴയ ചാനൽ തരുന്ന അത്രയും സപ്പോർട്ട് തന്നെ ഈ ചാനലും കൂടെ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും അതിനുവേണ്ടി ഒരു ഹോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സീ യു.